യൂറോകപ്പിന്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു. ജൂലൈ 5 നടക്കുന്ന സ്പെയിൻ ജർമ്മനി മത്സരത്തോടെയാണ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുക. രണ്ടാം മത്സരത്തിൽ കരുത്തരായ ഫ്രാൻസ് പോർച്ചുഗലിനെ നേരിടും. 16-ൽ നിന്നും ടീമുകൾ 8-ആയി ചുരുങ്ങി. ഇനി ക്വാർട്ടർ ആവേശമാണ്. അവസാന 8-ലേക്ക് എത്തിയതോടെ വമ്പൻ പോരാട്ടങ്ങൾക്കാണ് യൂറോകപ്പിനി സാക്ഷ്യം വഹിക്കുക. ആദ്യ മത്സരത്തിൽ കരുത്തരായ ജർമ്മനിയും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ടൂർണമെന്റിലുടനീളം ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് ഇരു ടീമുകളും ക്വാർട്ടറിനെത്തുന്നത്. ജോർജിയയെ തകർത്ത് ക്വാർട്ടറിലെത്തിയ സ്പെയിൻ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഡെൻമാർക്കിനെ തകർത്തെത്തിയ ആതിഥേയരായ ജർമ്മനിയും തകർപ്പൻ ഫോമിൽ തന്നെ. കരുത്തരായ ഫ്രാൻസും പോർച്ചുഗലുമാണ് രണ്ടാം ക്വാർട്ടറിൽ ഏറ്റുമുട്ടുക. കടലാസിൽ കരുത്തരാണെങ്കിലും ഇരു ടീമുകളും ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. സൂപ്പർ താരങ്ങൾ ഫോമിലേക്ക് എത്താത്തതാണ് ഇരു ടീമിനെയും വലയ്ക്കുന്നത്. കരുത്തരായ ഇംഗ്ലണ്ടിന് ഇറ്റലിയെ അട്ടിമറിച്ചെത്തിയ സ്വിറ്റ്സർലാൻഡാണ് എതിരാളികൾ. സൂപ്പർ താരങ്ങൾ ഫോമിലേക്ക് ഉയർന്നത് ഇംഗ്ലണ്ടിന് ആശ്വാസം നൽകുന്നുണ്ട്. ഓസ്ട്രിയയെ തകർത്തെത്തിയ തുർക്കിയാണ് നെതർലൻഡ്സിന്റെ എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഫോമിലല്ലായിരുന്നുവെങ്കിലും റൊമേനിയക്കെതിരെ തകർപ്പൻ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് നെതർലൻഡ്സ്. വെള്ളിയാഴ്ച രാത്രി 9:30 ആദ്യ ക്വാർട്ടർ മത്സരം. സ്പോർട്സ് ഡെസ്ക്, ജനം.